ഇന്ന് പാളിപ്പോയ ഒരു പപ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പാളിപ്പോയാലെന്താ, ലുക്കിലെന്താ കാര്യം, ടേസ്റ്റിലല്ലേ കാര്യം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. സബോള 2 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴന്നു വരട്ടെ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വേഗം സബോള വഴന്നു വരില്ലേ. പിന്നെ അതിലോട്ട് പച്ചമുളകാണ് ചേർത്തിട്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതാണ് 1 ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണ്ട. അതിക്ക് മുമ്പ് തന്നെ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് തുടങ്ങാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഈ പരുവത്തിൽ സബോള ആവുമ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ പപ്സിൻ്റെ മസാല അങ്ങനെയാണല്ലോ, നന്നായിട്ട് സബോളയൊക്കെ അതിൽ നമുക്ക് കടിക്കാൻ കിട്ടില്ലേ ചില പപ്സിലൊക്കെ. അപ്പോൾ അത് അത്രക്ക് മൊരിഞ്ഞാൽ മതി. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വറ്റി വരട്ടെ. അത് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് കറിവേപ്പില ചെറുതാക്കി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്, പക്ഷെ മല്ലിയിലയുടെ ആവശ്യമില്ല. പിന്നെ 2 മുട്ട ഞാനിവിടെ പുഴുങ്ങി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഡോ മൈദപ്പൊടിയും ഉപ്പും ചേർത്ത് കുഴച്ച് കുറച്ച് നേരം വെച്ചതാണത്. അപ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ട് പൊടി, അതാണ് എൻ്റെ പപ്സ് പാളിപ്പോവാൻ കാരണം. അതിങ്ങനെ വട്ടത്തിൽ പരത്തിയതിന് ശേഷം അതിനെ 4ആക്കി ഞാൻ പൊളിച്ചിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് മസാല 1 ടീസ്പൂൺ വെച്ച് കൊടുത്ത് പിന്നെ ഒരു സ്ലൈസ് ചീസിൻ്റെ ഒരു 1/4 ഭാഗം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് മുട്ട വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഷേപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴല്ലേ ഷേപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായത്. അപ്പോൾ എന്നാലും ഷേപ്പിൽ എന്ത് കാര്യം, ടേസ്റ്റിലാണല്ലോ കാര്യം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4 ഭാഗവും, 4 അല്ല 1 2 3 4 ഭാഗവും വെള്ളമൊക്കെ ചേർത്ത് ഒട്ടിച്ചെടുത്തപ്പോൾ ഈ ഒരു ഷേപ്പാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം നമുക്ക് തിയേറ്ററിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പപ്സിൻ്റെ ടേസ്റ്റാണ് അത്. വേറൊരു പപ്സ് അല്ലേ, അതിനൊരു പേരുണ്ടല്ലോ. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ വറുത്ത് വന്നപ്പോൾ ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗണും നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒപ്പം എൻ്റെ ചാനലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്